നമസ്കാരം. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ആശയവിനിമയം നടത്തുന്നതിനാണ്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ തമ്മിൽ ഡിജിറ്റൽ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. രണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണിക് ഡാറ്റകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ രണ്ട് ഡിവൈസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റകൾ തന്നെയാണ് ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഡിജിറ്റൽ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഇനി ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന 5 ഇലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ആ 5 ഇലമെൻറ്റ്സ്: ഒന്ന് മെസ്സേജ്, സെൻഡർ, റിസീവർ, മീഡിയം ആൻഡ് പ്രോട്ടോക്കോൾ. അങ്ങനെ 5 എണ്ണമാണുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ മിണ്ടാണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒരാൾ മറ്റേ ആളെടുത്ത് ഡേറ്റകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. അപ്പോൾ പറയാൻ എന്തെങ്കിലും ഒരു കാര്യം വേണം, അല്ലേ? രണ്ട് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മാറ്റർ വേണം. അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുക. ആ മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ തമ്മിൽ അല്ലെങ്കിൽ മൊബൈലുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യും, പിക്ചറുകൾ ട്രാൻസ്ഫർ ചെയ്യും, ഓഡിയോസ്, വീഡിയോസ് ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ രണ്ടാളുകൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണോ വാട്സപ്പ് ചെയ്യണത് അതാണ് മെസ്സേജ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ടാണ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ മെസ്സേജ്. അതല്ല, ഞാൻ ചിലപ്പോൾ ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ വോയിസ് ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കും. എന്താണോ അയക്കേണ്ടത് അതാണ് മെസ്സേജ്. ഇനി ആരാണോ അയക്കുന്നത്, ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നിന്ന് വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആരാണോ സംസാരിക്കുന്നത്, ആരാണോ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരാണ് സെൻഡർ. ഓക്കെ. ആ പറയുന്നത് ആരാണോ റിസീവ് ചെയ്യുന്നത് അതാണ് റിസീവർ. ഓക്കെ. ഇനി ഈ സെൻഡറും റിസീവറും, അതായത് അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻഡർ അയക്കുന്ന മെസ്സേജ് റിസീവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻഡറിനെയും റിസീവറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വേണം. ഓക്കെ. ആ മീഡിയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കേബിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കും ഇത് രണ്ടും തമ്മിൽ, സെൻഡറും റിസീവറും തമ്മിൽ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, മീഡിയം എന്ന് പറയാം. ഇനി അടുത്തത് പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നാണ് പറയുക. അതായത് നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസുകൾ, മൊബൈൽ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഏത് രണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യണതും നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെയല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻഡറും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രോട്ടോക്കോൾ എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മീഡിയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇലമെൻ്റ് ആയിട്ട് പറഞ്ഞു. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്താണെന്ന് പറഞ്ഞു, അതായത് സെൻഡറും റിസീവറും തമ്മിൽ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഫിസിക്കൽ പാത്തിനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് കുറേ ടൈപ്പിലുള്ള മീഡിയംസ് ഉണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയംസിനെ അല്ലെങ്കിൽ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ചാനലിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ടൈപ്പിലായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഗൈഡഡ് മീഡിയം എന്നും അൺഗൈഡഡ് മീഡിയം എന്നും. ഗൈഡഡ് മീഡിയത്തിന് നമ്മൾ വേറെ പറയുന്ന ഒരു പേരാണ് വയേർഡ് മീഡിയം എന്ന് പറയും. അൺഗൈഡഡ് മീഡിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് വയർലെസ് മീഡിയം. ഓക്കെ. അപ്പോൾ ഞാനൊരു ഡയഗ്രം ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണുന്നുണ്ട്. ഗൈഡഡ് മീഡിയത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, അൺഗൈഡഡ് മീഡിയത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഗൈഡഡ് മീഡിയം എന്താണെന്ന് നോക്കാം. അതായത് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ വയറോ അല്ലെങ്കിൽ ഒരു കേബിളോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയം എന്ന് പറയുക.
ഈ വയേർഡ് മീഡിയംസ് നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ്. അതായത് നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളുകൾ, അതായത് ഫിസിക്കൽ മീഡിയം എന്ന് പറഞ്ഞാൽ കേബിളുകളാണല്ലോ, വയറുകളാണല്ലോ. 3 ടൈപ്പിലുള്ള വയറുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഒന്ന് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എതർനെറ്റ് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, കോഷ്യൽ കേബിൾസ് അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾസ് എന്ന് പറയും, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഈ 3 എണ്ണമാണ് ഉള്ളത്. ഇനി ട്വിസ്റ്റഡ് പെയർ കേബിളുകളെ നമ്മൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്നും അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്നും നമ്മൾ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസിൻ്റെ ഒരു ചിത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെനഞ്ഞുകൊണ്ടുള്ളതിനാണ് നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറയുക. ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഇമേജിലേക്ക് നോക്കി അറിയാൻ പറ്റും. 8 കേബിളുകൾ ഉണ്ടാവും. ആ 8 കേബിളുകൾ ഈ രണ്ടെണ്ണം വെച്ച് പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, 4 ജോഡികളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിലെ ഓരോന്നും ഇങ്ങനെ പെനഞ്ഞുകൊണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കേബിളുകൾ ഉണ്ടാവും. അത് 4 ഗ്രൂപ്പായിട്ട് പെനഞ്ഞുകൊണ്ടായിരിക്കും, ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അവിടെ ഓരോ കേബിളുകളും ഓരോ കേബിളിൻ്റെയും സെൻറ്ററിൽ ഓരോ കോപ്പർ വയറുകൾ കണ്ടില്ലേ, അത് ഓരോന്നും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വലിയൊരു പൈപ്പിനുള്ളിൽ അല്ലെങ്കിൽ വലിയൊരു പുറത്തുള്ള ഒരു കേബിളിൻ്റെ ഒരു ഔട്ടർ ഷീൽഡ് എന്നാണ് പറയുക, അതിൻ്റെ ഉള്ളിലായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ നെറ്റ്വർക്കിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ട്വിസ്റ്റഡ് പെയർ കേബിളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 2 തരത്തിലുള്ള ട്വിസ്റ്റഡ് പെയർ കേബിളാണ് ഉള്ളത്. ഒന്ന് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസും. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ നമ്മൾ STP കേബിൾ എന്നാണ് പറയുക. ഷീൽഡഡ് ട്വിസ്റ്റഡ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കേബിളിൻ്റെ ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഇമേജിനേക്കായി ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ജോഡി കേബിളുകളും ഓരോ ഷീൽഡ് ചെയ്തിട്ട്, ഓരോ എന്താ പറയുക, ഔട്ടർ ഷീൽഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ 4 ജോഡികളുണ്ട്, ഓരോ ജോഡികളും കവർ ചെയ്തിട്ടുണ്ട്, ഓരോ ചെറിയ ഫോയിൽ ഉപയോഗിച്ച് എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ട്, മൂടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഷീൽഡ് ചെയ്യുക എന്നാണ് പറയുക. അങ്ങനെ ഷീൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ ജോഡി കേബിളുകളും ഇങ്ങനെ ഷീൽഡ് ചെയ്തിട്ടുള്ള കേബിളുകളെയാണ് നമ്മൾ STP കേബിൾ എന്ന് പറയുക. ഇത് എന്തിനാണ് ഇങ്ങനെ ഓരോന്നും ഷീൽഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതങ്ങ് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുമാണ് അത് ഷീൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതായത് നമ്മുടെ അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി എന്താണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് നോക്കാം. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ ജോഡി കേബിളുകളും ഷീൽഡ് ചെയ്തിട്ടുണ്ടാവില്ല, അൺഷീൽഡ് ആയിരിക്കും. അതായത് ഒരു വയറിൻ്റെ ഉള്ളിൽ, മീൻസ് ഒരു ഔട്ടർ ഷീൽഡിൻ്റെ ഉള്ളിൽ ഓരോ ജോഡികളും അങ്ങനെ പെനച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് വളരെ എന്താ പറയുക കോസ്റ്റ് കമ്മിയാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കോസ്റ്റ് കമ്മിയാണ്, വളരെ കട്ടി കുറഞ്ഞതാണ്, ഫ്ലെക്സിബിളാണ്, ഇൻസ്റ്റാളേഷൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കൊയാക്സിയൽ കേബിൾ അല്ലെങ്കിൽ കോഷ്യൽ കേബിൾസ് എന്നൊക്കെ പറയും. കോഷ്യൽ കേബിൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനുണ്ട്. ഇങ്ങനത്തെ കേബിളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്? നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ TV ചാനലൊക്കെ അല്ലേ, ഇത് ഡിഷ് TV ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കേബിൾ കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റിസീവറിലേക്ക് വരുന്ന കേബിൾ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. കാണാത്തവരൊന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ്, എത്രയൊക്കെ ഭാഗങ്ങളുണ്ട് ഇതിനെന്ന് കാണാൻ പറ്റും. ഒരു സെൻറ്ററിൽ ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കും, സിഗ്നലുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കോപ്പർ വയർ ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിലൊരു വൈറ്റ് കളറിലൊരു കോട്ടിംഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ വേറൊരു അലുമിനിയം കളറിലുള്ള ഒരു ഫോയിൽ ഷീൽഡ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു ചെമ്പ് കളറിലൊരു ഷീൽഡ് ഉണ്ടായിരിക്കും, ഔട്ടർ ജാക്കറ്റ് ഒരു കറുപ്പ് കളറിലൊരു ഇതുണ്ടായിരിക്കും. ചില ആളുകളുടെയൊക്കെ വെളുത്തിട്ടായിരിക്കും കേബിളുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എന്തിനാണ് ഇത്രയും കോട്ടിങ്ങുകളൊക്കെ? ശരിക്കും ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെൻറ്റർ കണ്ടക്ടർ വഴിയാണല്ലോ അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കോഷ്യൽ കേബിൾസ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ചെമ്പ് കമ്പി കൂടെ ഇങ്ങനെ കൂടിയ അളവിലുള്ള ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറേ ഡാറ്റകൾ സിഗ്നലുകളായിട്ട് ഈ ചെമ്പ് കമ്പിയിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കാണോ അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുമ്പോൾ എന്തുണ്ടാവില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഡാറ്റകൾ അവിടെ എത്തില്ല.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോട്ടിങ്ങുകളുള്ളത്. അപ്പോൾ ഈ ചെമ്പ് കമ്പിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിഗ്നലുകളെ ഈ ഔട്ടർ ജാക്കറ്റൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ വൈറ്റ് കളറുള്ള കോട്ടിങ്ങൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് ആ ചെമ്പ് കമ്പിയിലേക്ക് തന്നെ പറഞ്ഞയക്കും. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ ഡാറ്റകൾ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്, സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിന് കേബിളിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു സ്റ്റീൽ കളറിലുള്ളൊരു ഇതൊക്കെ കണ്ടില്ലേ, കണക്ടറൊക്കെ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ കുറച്ച് കേബിളിൽ സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ കേബിളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ലൈറ്റ് സിഗ്നലുകളായിട്ടാണ് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ലൈറ്റ് സിഗ്നൽ നിങ്ങൾ ഇമേജിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ലൈറ്റ് സിഗ്നലുകളായിട്ടാണ്, ലൈറ്റുകളായിട്ടാണ്. ഇപ്പോൾ കോയിഷ്യൽ കേബിൾസിലും അതുപോലെ തന്നെ മറ്റുള്ള കേബിളുകളിലൊക്കെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇലക്ട്രിക് സിഗ്നലുകളായിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലൈറ്റ് സിഗ്നലുകളായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ കോയിഷ്യൽ കേബിൾസിന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സെൻറ്ററിൽ ഒരു കോർ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് ഡാറ്റ സിഗ്നലുകളായിട്ട് പോകുന്നത്, പ്രകാശരശ്മികൾ സഞ്ചരിക്കുന്നത്. അതിന് മുകളിലൊരു ക്ലാഡിങ് ഉണ്ടായിരിക്കും. എന്തിനാണ് ക്ലാഡിങ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ഷീൽഡാണ്, ഒരു ഔട്ടർ ഷീൽഡാണ്. അതായത് കോറിലൂടെ സഞ്ചരിക്കുന്ന ഡാറ്റകൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിനെ തിരിച്ച് അങ്ങോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാഡിങ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും പുറത്തൊരു ഔട്ടർ ജാക്കറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നത്. കമ്പനികളിലും അതുപോലെ തന്നെ വലിയ വലിയ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ്. വളരെ സ്പീഡിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, ഏറ്റവും സ്പീഡിൽ. ഓക്കെ, അപ്പോൾ അതിന് 3 ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കോറ്, ക്ലാഡിങ്, കോട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ലൈറ്റ് സിഗ്നലുകൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് റോഡിനെയാണ് നമ്മൾ കോർ എന്ന് പറയുക, ഏറ്റവും സെൻറ്ററിലുള്ളത്. രണ്ടാമത്തെ ക്ലാഡിംഗ് ആണ്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോറിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ ഉണ്ടാവില്ലേ, അത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ തിരിച്ച് ആ കോറിലേക്ക് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാഡിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോട്ടിംഗ് ആണ്. കോട്ടിംഗ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അതായത് ആ കേബിൾ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, മഴയും വെയിലൊക്കെ കൊള്ളുമ്പോൾ കേടുവരാതിരിക്കുകയൊക്കെ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അത് എന്താണെന്ന് ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പറയുന്നുണ്ട്. ഒന്നുമില്ല, അവിടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആ കേബിൾസിൻ്റെ ആദ്യത്തെ എൻഡിൽ, അതായത് സെൻറ്ററിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് ഉണ്ടാവില്ലേ, അവിടെ എന്തുണ്ടായിരിക്കും എന്നറിയാം, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. എന്തിനാണ് ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്കാണല്ലോ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇലക്ട്രിക് സിഗ്നലുകളല്ലേ ഉള്ളത്, പക്ഷേ ഈ കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രകാശരശ്മികൾ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലുകളാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് സിഗ്നലുകളെ ഒപ്റ്റിക്കൽ സിഗ്നലുകൾ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലുകളാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു എൻഡിൽ എന്തുള്ളത്, ഒരു ട്രാൻസ്മിറ്റർ ഉള്ളത്. ഇനി അടുത്തത് റിസീവറിൻ്റെ ഒരു എൻഡ് ഉണ്ട്. ആ റിസീവറിൻ്റെ എൻഡിൽ എന്തുണ്ടെന്നറിയാം, ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അല്ലെങ്കിൽ നമ്മൾ ലേസർ ഡയോഡ്സ് എന്ന് പറയും, LED അല്ലെങ്കിൽ ലേസർ ഡയോഡ്സ് എന്ന് പറയും, ഈ റിസീവറിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തിൽ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കേബിൾ വഴി വരുന്നത് ഒപ്റ്റിക്കൽ സിഗ്നലുകളല്ലേ, ലൈറ്റ് സിഗ്നലല്ലേ, പക്ഷേ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ലല്ലോ, റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അതിനെ തിരിച്ച് എന്ത് ചെയ്യണം, ഇലക്ട്രിക് സിഗ്നലുകൾ തന്നെ ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു എന്താ പറയുക, ഒപ്റ്റിക്കൽ റിസീവർ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഡിറ്റക്ടർ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ നോക്കാം നമുക്ക്. പ്രത്യേകത എന്ന് പറയുന്നത് വോയിസും വീഡിയോസൊക്കെ വളരെ കൂടിയ ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വളരെ ദൂരത്തേക്ക് നമുക്ക് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ചിലവ് കൂടിയതുമാണ്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അൺഗൈഡഡ് മീഡിയംസ് എന്താണെന്ന് നോക്കാം. അൺഗൈഡഡ് മീഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് കേബിളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അതായത് സിഗ്നലുകളായിട്ടാണ് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ സിഗ്നലുകളായിട്ട് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള സിഗ്നലുകളായിട്ടാണ്, വേവ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് റേഡിയോ വേവ്സ് ആയിട്ടും
അതുപോലെ തന്നെ മൈക്രോവേവ്സ് ആയിട്ടും ഇൻഫ്രാറെഡ് വേവ്സ് ആയിട്ടും. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസോ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ കോർഡ്ലെസ് ഫോണുകൾ, മൊബൈൽ ഫോണുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സ് ആണ്. ഈ റേഡിയോ വേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും ഇതിൻ്റെ വേവ്സ് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു 4 ടെക്നോളജീസ് നമുക്ക് പഠിക്കുന്നുണ്ട്. ആ 4 ടെക്നോളജീസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതായത് ബ്ലൂടൂത്ത്, വൈഫൈയുടെ ഫുൾ ഫോം വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. പിന്നെ വൈമാക്സ് ആണ് വേൾഡ് വൈഡ് ഇൻ്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ദെൻ സാറ്റലൈറ്റ് ലിങ്ക്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബ്ലൂടൂത്ത് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ബ്ലൂടൂത്ത് എന്താണെന്ന് അറിയാം. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ബ്ലൂടൂത്ത് ഫോണുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഇപ്പോൾ ഈ കൂടുതൽ വൈഫൈ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന 2 ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ഇതൊക്കെ ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിവൈസുകളാണ്. മാക്സിമം നമുക്ക് 1 Mbps ഒക്കെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ അറ്റ് എ ടൈമിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ അതിൻ്റെ ഉള്ളിലായിരിക്കണം സെൻറ്ററും റിസീവറും ഉണ്ടായിരിക്കേണ്ടത്. അതായത് 2 ഡിവൈസുകൾ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2 ഡിവൈസുകൾ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, സിഗ്നലുകൾ ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് 8 ഡിവൈസുകൾ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, നിങ്ങളൊരു 10 പേരുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു 8 പേർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് 8 ഡിവൈസുകൾ നമുക്ക് അറ്റ് എ ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വൈഫൈ ആണ്. വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയോയിലും അതുപോലെ തന്നെ ടി വികളിലും അതുപോലെ തന്നെ സെൽഫോണിലൊക്കെ ഉപയോഗിക്കുന്നതാണ് വൈഫൈ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡാറ്റകൾ അല്ലെങ്കിൽ ഈ സിഗ്നലുകൾ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഓരോ ചെറിയ ആൻറ്റിനകൾ സെറ്റിങ്സ് റിസീവേഴ്സും സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വൈഫൈ വയർലെസ് ഫിഡിലിറ്റി ആണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വൈമാക്സ് ആണ്. വൈമാക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലുള്ള കമ്പ്യൂട്ടറുകളെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. 45 കിലോമീറ്റർ, അതായത് ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലൊക്കെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലുള്ള എല്ലാ ഡിവൈസുകളെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വൈമാക്സ് യൂസ് ചെയ്യുക. അതായത് കുറച്ച് ടൗൺ ഏരിയകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് വൈമാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സിറ്റീനെ മൊത്തം കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വൈമാക്സ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റിന പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും, ഒരു ടവർ പോലെയുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും. ആ ഡിവൈസിലേക്ക് എന്ത് ചെയ്യും എന്നറിയോ, നമ്മുടെ ഇൻ്റർനെറ്റ് സിഗ്നലുകൾ അതിലേക്ക് പാസ് ചെയ്യും. അതായത് ബേസ് സ്റ്റേഷൻ എന്നാണ് പറയുക. ആ ബേസ് സ്റ്റേഷൻ, അതായത് ആരാണോ ഇതിൻ്റെ ഓണർ എന്നുണ്ടെങ്കിൽ ആ ഓണർ എന്ത് ചെയ്യും, ഈ ഒരു ടവറിലേക്ക് ഇൻ്റർനെറ്റ് സിഗ്നലുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആ ഇൻ്റർനെറ്റ് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യും. ആ ഇൻ്റർനെറ്റ് സിഗ്നലുകൾ എന്ത് ചെയ്യും, ഈ ടവറിലേക്ക് എത്തുന്ന സമയത്ത് ആ ടവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളിലേക്കും അതെത്തും. അപ്പോൾ ആ ഡിവൈസിലുള്ള സിഗ്നലുകൾ നമ്മുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ടി വികളിലേക്കോ ഒക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ എന്ത് വേണം, ഒരു റിസീവർ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും ഒരു വൈമാക്സ് ബേസ് സ്റ്റേഷൻ ഉണ്ട്. അതിൽ സിഗ്നലുകളൊക്കെ വീട്ടിലേക്കും ഓഫീസുകളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇൻ്റർനെറ്റ് സിഗ്നലുകൾ ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ട് ആ കേബിൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ISPs ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഈ വൈമാക്സ് ബേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. നമുക്ക് 100 കണക്കിന് ആളുകൾക്ക് അറ്റ് എ ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റും. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 70 Mbps വരെ സ്പീഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 45 കിലോമീറ്റർ വരെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് നമുക്ക് എററും ഇല്ലാണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മഴയോ വെയിലോ എന്തോ ആയിക്കോട്ടെ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് കണക്ഷൻസ്, ഇലക്ട്രിക്സ് മീൻസ് നമ്മുടെ ഈ പവർ കൺസപ്ഷൻ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈ കോസ്റ്റാണ്. അതായത് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്.
ഓക്കെ, വളരെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ അടുത്തത് അവിടെ സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉപഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ടി വിയിലൊക്കെ ചാനലുകളൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ ഈ സാറ്റലൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ സിഗ്നലുകൾ, അതായത് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നൽ സ്ട്രൈറ്റ് ലൈനിൽ മാത്രമാണ് സഞ്ചരിക്കുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഡിഷ് ടി വി ഒക്കെ വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഡിഷ് ടി വി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടി വി ചാനൽ സിഗ്നലുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ടെക്നീഷ്യൻ കുറച്ച് അങ്ങോട്ട് മാറ്റി കുറച്ച് ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാറ്റലൈറ്റ് ഇപ്പോൾ മരങ്ങളോ മലകളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ അതിൽ തട്ടിയിട്ട് കുറേ സ്പ്രെഡായി പോവും. അപ്പോൾ സ്പ്രെഡായി പോകുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നേർരേഖയിൽ മാത്രമാണ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ, വളഞ്ഞ് സഞ്ചരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ സ്പ്രെഡായി പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആൻറ്റിനയിലേക്ക് എത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ റിസീവറിൽ ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് ടി വി സിഗ്നലുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ഡിഷിലേക്ക് എത്തും. ആ ഡിഷിൽ എന്തുണ്ടായിരിക്കും, ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ട്രാൻസ്പോണ്ടേഴ്സ് നമ്മുടെ LMB പോലെയുള്ള LMB എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ട്രാൻസ്പോണ്ടേഴ്സാണ് ആ സിഗ്നലുകൾ റിസീവ് ചെയ്തിട്ട് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ നമ്മൾക്കിത് കൂടുതൽ കവറേജ് ഏരിയ കിട്ടും, കൂടുതൽ ആളുകൾക്ക് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാം, ജോഗ്രഫിക്കൽ ഏരിയ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മുടെ ഈ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു പെർമിഷനുള്ളൂ. ഇപ്പോൾ എനിക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവലൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസികൾക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ടി വി ചാനലുകളൊക്കെ നമുക്ക് കിട്ടുന്നത് സാറ്റലൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണെന്ന് അറിയാം അല്ലേ. സാറ്റലൈറ്റ് വഴി ആ സിഗ്നലുകൾ നമ്മുടെ ഡിഷാണ് ക്യാച്ച് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സാറ്റലൈറ്റിലേക്ക് ആരെങ്കിലും അങ്ങോട്ട് കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് പ്രോഗ്രാമുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ആദ്യം സാറ്റലൈറ്റിലേക്ക് കൊടുക്കണം, എന്നാലല്ലേ നമുക്ക് സിഗ്നലുകൾ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ സാറ്റലൈറ്റിലേക്ക് അങ്ങോട്ട് ഡാറ്റകൾ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഫയലുകളും ഡാറ്റകളൊക്കെ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ അപ്പ് ലിങ്ക് എന്ന് പറയും. അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ഡൗൺ ലിങ്ക് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്തത് മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് സഞ്ചരിക്കുള്ളൂ. നമ്മളിങ്ങനെ ടവർ ടു ടവർ കമ്മ്യൂണിക്കേഷനൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ കൂടുതൽ ടവറുകളും ഉണ്ടാവുക വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുക. കാരണം എന്താ, തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സിഗ്നലുകൾ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമാണ് സഞ്ചരിക്കുള്ളൂ. അത് സോളിഡ് കട്ടി കൂടിയ ഒബ്ജക്റ്റുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വളഞ്ഞ് സഞ്ചരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു ആൻറ്റിന വേണം, അതായത് സിഗ്നലുകൾ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനൊക്കെ ഒരു ചെറിയൊരു ആൻറ്റിന. അപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ ഓൾറെഡി അതിലുണ്ടായിരിക്കും ആൻറ്റിന, ചെറിയൊരു ഡിവൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് മാക്സിമം ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഡിവൈസുകളേക്ക് കണക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അറ്റ് എ ടൈമിൽ 2 ഡിവൈസുകളെയാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ വയർലെസ് കീബോർഡ്, വയർലെസ് മൗസ്, നമ്മുടെ ടി വിയുടെ റിമോട്ടൊക്കെ ഉണ്ടാവാറില്ലേ, അതൊക്കെ ഇൻഫ്രാറെഡ് സിഗ്നലുകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിവൈസാണ്. ഇതോടുകൂടി നമ്മുടെ നെറ്റ്വർക്ക് ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും കാണുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ 3ാം ഭാഗമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.